ഞങ്ങൾ രണ്ടുപേരും യോഗയുടെ ഇതിലിതായി. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, കല്യാണം കഴിക്കാത്ത സ്ഥിതിക്ക് യാതൊരു കാരണവശാലും കല്യാണം കഴിക്കാത്ത പയ്യന്റെ കൂടെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, മീറ്റിങ്ങിനൊന്നും പോകാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ എന്താ പിന്നെ പുള്ളീനെ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സക്സസ്ഫുൾ ആയി കാണിക്കണം. ജീവിതത്തിൽ പരാജയപ്പെട്ടു, എനിക്ക് യോഗയിൽ ഞാൻ സംഭവമായിട്ട് മാറും, അതിനെനിക്ക് മൂപ്പരെ കൂട്ടുപിടിച്ചാലേ നടക്കുള്ളൂ എന്ന് ഉറപ്പായി. അപ്പൊ അങ്ങനെയൊക്കെ കല്യാണം കഴിക്കാനായിട്ട് ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് എന്ന് പറയാം, അജിയേട്ടനോട്, ഏട്ടാ ഞാൻ ഈ പുള്ളീനെ കല്യാണം കഴിച്ചാലെന്ന്. നടക്കില്ല അമ്മണി. അവൻ എന്താ, നീയും വിജയ് മാധവൻ ചേരൂല്ല. എന്താ, വിജയ് മാധവൻ എൻ്റെ പോലെ ഒരു മെയിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിനക്ക് അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിച്ചാൽ മൂന്നാമത്തെ ദിവസം നീ വീട്ടിൽ വന്നിരിക്കുകയുള്ളു. അപ്പം ഞാൻ എൻ്റെ സ്വഭാവം വേറെ, മാഷ്ട സ്വഭാവം വേറെ, ഇതാണ് അവർ ചിന്തിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല, എനിക്ക് പറ്റുന്നുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി എല്ലാം ഉറപ്പിച്ച് കുഴപ്പമില്ല, എന്തായാലും എനിക്ക് ബാക്കിയുള്ളവരുടെ അടുത്ത് സക്സസ്ഫുൾ ആയി കാണിക്കണം, എൻ്റെ ജീവിതം എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനും കല്യാണം കഴിക്കാൻ പോണത്. 0% എക്സ്പെക്ടേഷനിലാണ് ഞാനും കല്യാണം കഴിച്ചത്, മാഷും കല്യാണം കഴിച്ചത്. പക്ഷെ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴും മനസ്സിലായത് ഓക്കെ, ലൈഫ് ഇത്രത്തോളം അടിപൊളിയായിരിക്കും അല്ലേ. പിന്നെയാണ് ഞങ്ങൾ സ്നേഹിച്ച് തുടങ്ങിയത്, ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്, ലൈഫിനെ ആസ്വദിച്ച് തുടങ്ങിയത്.